ഹായ് ഗൈസ്, നമ്മുടെ ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് കുറെ അധികം ആളുകളെ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രചോദനമാകുന്ന ഒരു ഘടകം കൂടിയാണ്. സിനിമ ചെയ്ത് കൊലപാതകങ്ങൾ ചെയ്ത ആൾക്കാർ വരണ്ട്. അതുപോലെ തന്നെ സിനിമയിലെ ചില വസ്ത്രങ്ങളായിക്കോട്ടെ, ചില രംഗങ്ങളായിക്കോട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ ഒരു ട്രെൻഡ് സെറ്ററായി മാറിയ ഒരു സംഭവം കൂടി നമ്മുടെ മലയാള സിനിമയ്ക്ക് കുറച്ചുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിത്യജീവിതത്തിൽ ഒരു ട്രെൻഡ് സെറ്ററായി മാറിയ മലയാള സിനിമയിൽ വന്ന ചില കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി പ്രേമം. ട്രെൻഡ് സെറ്ററുകളുടെ കാര്യം പറയുമ്പോൾ തന്നെ അതിൽ ഏറ്റവും ആദ്യം വരുന്ന പേര് തന്നെയാണ് പ്രേമം എന്ന സിനിമയും നിവിൻ പോളിയും എന്ന് പറയുന്നത്. 2015 അൽഫോൺസ് പുത്രൻ നിവിൻ പോളിയെ നായകനാക്കി സംവിധാനം ചെയ്ത മൂവിയാണ് പ്രേമം എന്ന് പറയുന്നത്. അതിലെന്താണ് ട്രെൻഡായി മാറിയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. കറുപ്പ് ഷർട്ടും വെള്ളമുണ്ടും തന്നെയായിരുന്നു ട്രെൻഡ് സെറ്ററായി മാറിയത്. അത് ചെറിയൊരു ട്രെൻഡ് സെറ്റർ എന്നൊന്നും പറഞ്ഞാൽ പോരാ. ആ സമയത്ത് എവിടെ നോക്കിയാലും ഒരു കോളേജ് ഫംഗ്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്തുള്ള യുവാക്കളുടെ ഇടയിലായിക്കോട്ടെ, എവിടെ തിരിഞ്ഞാലും കറുപ്പ് ഷർട്ടും വെള്ളമുണ്ടും ഉടുക്കാത്ത ഒരാളെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നില്ല. അതിനെല്ലാം കാരണം നിവിൻ പോളിക്ക് പ്രേമം എന്ന സിനിമയിൽ കിട്ടിയ ഒരു സെക്കൻഡ് ഇൻട്രോ ആയിരുന്നു. ആ സ്റ്റേജിന്റെ അടിയിൽ മറ്റേ ഗുണ്ടോ ബോംബോ എന്തോ വെച്ച് തിരിച്ച് മറ്റേ മാസ് ലുക്കിൽ സിഗരറ്റ് ഒക്കെ വലിച്ച് വരുന്ന നിവിൻ പോളി മുണ്ടൊക്കെ മടക്കി കുത്തി, ആ ഒരു ഇതിന്നാണ് ഈ ഒരു ട്രെൻഡ് സെറ്റർ മൊത്തത്തിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ താടി ഉണ്ട് കേട്ടോ. ആ സമയത്ത് കറുപ്പ് ഷർട്ട്, വെള്ളമുണ്ട്, താടി, ഇതായിരുന്നു മെയിൻ സാധനം. അതിൽ താടി ഇല്ലാത്തവര് ഈ വെള്ളമുണ്ടും കറുപ്പ് ഷർട്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. താടി ഉള്ളവന്മാര് അന്ന് കുറച്ചും കൂടി ഷോയൊക്കെ ഇട്ട് നടന്നിരുന്നു. അതൊക്കെ ഒരു കാലല്ലേ. എന്തായാലും ഈ മുണ്ടിന്റെയും ഷർട്ടിന്റെയും കാര്യം മാത്രമല്ല, സിനിമ തന്നെ വലിയൊരു ട്രെൻഡ് സെറ്ററായി തന്നെ മാറുകയായിരുന്നു. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും നിറഞ്ഞ ഷോകളുമായിട്ട് ഈ സിനിമ ഓടുകയായിരുന്നു. പിന്നീട് അതിന്റെ ലീക്ക്ഡ് പ്രിന്റ് ഒക്കെ റിലീസായി, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നിരുന്നു. അല്ലെങ്കിൽ ഈ പ്രിന്റ് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ആദ്യത്തെ 100 കോടി പടം ഒരുപക്ഷെ പ്രേമം നേടിയേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തതായി ജയസൂര്യ, ചിത്രം ആട് 2. ആടൊരു ഭീകരജീവിയാണെന്ന് പറഞ്ഞ സിനിമ എത്രത്തോളം തിയേറ്ററിക്കലി ഫ്ലോപ്പ് ആയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പിന്നീട് അത് ടിവിയിലും മറ്റും കണ്ട് ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ജയസൂര്യയെ നായകനാക്കി അതിന്റെ 2ാം ഭാഗം പ്ലാൻ ചെയ്യുകയും 2018 അത് റിലീസ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഇതിന്റെ അടുത്ത് 3ാം ഭാഗവും അതിന്റെ റിലീസായി. അത്തരത്തിൽ പ്രേക്ഷക സ്വീകാര്യത നേടിയ ഒരു ചിത്രമാണ് ആട് എന്ന് പറയുന്നത്. അതിൽ ആട് 2 ട്രെൻഡിങ് ആയി മാറിയ ഒരു സാധനമായിരുന്നു ഷാജി പാപ്പന്റെ മുണ്ട് എന്ന് പറയുന്നത്. അതായത് ഒറ്റനോട്ടത്തിൽ കണ്ട ഒരു ചുവപ്പ് മുണ്ടും മടക്കി കുത്തി കഴിഞ്ഞാൽ ഒരു കറുപ്പ് മുണ്ടുമായി മാറുന്ന ടൈപ്പിലുള്ള ഒരു മുണ്ടായിരുന്നു ഷാജി പാപ്പൻ അന്ന് ധരിച്ചിരുന്നത്. അത് വളരെ വലിയൊരു ട്രെൻഡായി മാറുക തന്നെയായിരുന്നു കേരളത്തില്. ധാരാളം യുവാക്കള് ഈ മുണ്ട് അന്വേഷിച്ച് നടക്കുക. പിന്നീട് എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും ചെന്നാൽ മെയിൻ ആയിട്ട് നമുക്ക് അന്നത്തെ കാലത്ത് കാണാൻ പറ്റിയിരുന്ന സാധനം എന്ന് പറയുന്നത് ഒരു ഡെമ്മി ഈ പറഞ്ഞ 2 കളറുള്ള മുണ്ട് എടുത്ത് നിൽക്കുന്നതായിരുന്നു. അതില്ലാത്ത ഒരു കടകളും അന്നത്തെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പും അന്ന് ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ട്രെൻഡ് സെറ്ററായി മാറിയ ഒരു സാധനമായിരുന്നു അന്നത്തെ മുണ്ട്. ആ സമയത്ത് ഞാനും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു മുണ്ട്. അടുത്ത മൂവി ക്ലാസ്മേറ്റ്സ്. 2006 ലാൽ ജോസ്, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ അങ്ങനെ വലിയൊരു താരനിരയെ അണിനിരത്തി സംവിധാനം ചെയ്തൊരു മൂവിയാണ് ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നത്. ക്ലാസ്മേറ്റ്സിൽ എന്താ ട്രെൻഡിങ് എന്നൊക്കെ ചോദിച്ചാൽ അതിൽ വസ്ത്രങ്ങളൊന്നും അല്ല കേട്ടോ. ഈ റീയൂണിയൻ എന്ന് പറഞ്ഞ പരിപാടിക്ക് ഇത്രയും അധികം പോപ്പുലാരിറ്റി കിട്ടിയതും ആളുകൾ എല്ലാവരും ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയതും ഈ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ റിലീസായത് മുതൽക്കാണ്. ഇന്ന് നമുക്കറിയാം തൊട്ടേനും പിടിച്ചതിനൊക്കെ റീയൂണിയൻ ഉണ്ട്. ട്യൂഷൻ ക്ലാസ് ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, ഓഫീസ് ആയിക്കോട്ടെ, അത്തരത്തിൽ ഏത് മേഖലയിലും റീയൂണിയൻ എന്ന് പറഞ്ഞ സാധനം നമുക്കിപ്പോ കാണാൻ പറ്റും. അതിനുള്ള മെയിൻ സാധനം, അതിന്റെയൊക്കെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. ഇത്രയും അധികം റീയൂണിയൻ ട്രെൻഡിങ് ആക്കി മാറ്റുന്നതിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത ഈ മൂവിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ജെയിംസ് ആൽബർട്ട് ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അടുത്തതായി സോൾട്ട് ആൻഡ് പെപ്പർ. ആസിഫ് അലിയെ നായകനാക്കി ആഷിഖ് അബു 2011 സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമുള്ള ഒരു മൂവി കൂടിയാണ്. ഈ സിനിമയിൽ പ്രധാനമായിട്ട് 2 സാധനങ്ങൾ പിന്നീട് കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഏറ്റെടുത്തിരുന്നു. ഒന്നെന്ന് പറയുന്നത് തട്ടിൽ കുട്ടി ദോശയാണ്. അന്നത്തെ കാലത്ത് തട്ടുകടകളിലും മറ്റ് ഹോട്ടലുകളിലും ഒക്കെ മെനു കാർഡിൽ അവര് സ്പെഷ്യലായിട്ട് എഴുതി ആഡ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു തട്ടിൽ കുട്ടി ദോശ എന്ന് പറയുന്നത്. അത്രയ്ക്കൊരു ട്രെൻഡിങ് ആയിരുന്നു ഒരു ഹോട്ടൽ മേഖലയിലൊക്കെ അത് ചെലുത്തിയത്. കുറെ ആളുകൾ അത് വാങ്ങി കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വന്ന മെയിൻ ട്രെൻഡ്, അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ വന്ന മെയിൻ ഒരു ട്രെൻഡ് ആയിരുന്നു മലയാളം മൂവി ഡയലോഗ്സ് ഒക്കെ എഴുതിയ ടീഷർട്ട് എന്ന് പറയുന്നത്. അന്നത്തെ കാലം വരെ അത്തരത്തിലുള്ള ഒരു സാധനം മലയാളികൾക്ക് അത്ര വലിയ പരിചയമായിരുന്നില്ല. പക്ഷേ ഈ സോൾട്ട് ആൻഡ് പെപ്പർ ഇറങ്ങിയപ്പോൾ അതിൽ ലാസ്റ്റ് ഒരു സോങ് ഉണ്ട്, അയ്യപ്പൻ കുയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സോങ്ങില് കുറെ ആളുകള് അവിയൽ ബാൻഡാണ് തോന്നുന്നു ആ സമയത്ത്, എനിക്ക് അവരുടെ കറക്റ്റ് ഓർമ്മയില്ല, അവിയലാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഈ അവിയൽ ബാൻഡ് അവര് കുറെ മലയാളം മൂവി ഡയലോഗ്സ് എഴുതിയ ടീഷർട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു സോങ് ഒക്കെ പാടിയിരുന്നത്. അപ്പൊ അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ആളുകളൊക്കെ
ഈ ടീഷർട്ട് കുറെ അന്വേഷിച്ചു പോവുകയും പിന്നീട് ടെക്സ്റ്റൈൽസിലൊക്കെ ഈ സാധനം കുറെ ഇറക്കുമതി ചെയ്യുകയും അതൊക്കെ വിറ്റ് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ചോക്ലേറ്റ്. 2007 പൃഥ്വിരാജിനെ നായകനാക്കി ഷാഫി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. പൃഥ്വിരാജിന് ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത കിട്ടാൻ ഒരു പ്രധാന പങ്കുവഹിച്ച മൂവി കൂടിയായിരുന്നു ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അതിലെ 2 സാധനങ്ങളായിരുന്നു പ്രധാനമായിട്ടും ട്രെൻഡിങ് ആയിരുന്നത്. ഈ ഫ്രണ്ട് സൈഡ് മാത്രം ഇൻസേർട്ട് ചെയ്ത് വലിയ ബക്കിലുള്ള ബെൽറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു അതിൽ പൃഥ്വിരാജ് ചെയ്തിരുന്നത്. അത് അങ്ങനെ ജനങ്ങളെല്ലാവരും കോപ്പി അടിക്കുകയായിരുന്നു. ഒരു ബൈക്ക് കൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമായി. ആ രീതിയിലായിരുന്നു അന്നത്തെ യുവാക്കളൊക്കെ നടന്നിരുന്നത്. ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈല് വലിയൊരു ട്രെൻഡ് സെറ്ററായി മാറുകയായിരുന്നു. അതുപോലെ മറ്റൊരു ട്രെൻഡ് സെറ്ററായി മാറിയത് ആ സിനിമയില് കൽക്കണ്ടമലയെ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. ആ സോങ്ങിൽ റോമ, രമ്യ നമ്പീശൻ, അതുപോലെ സമൃദ്ധ സുനിൽ ഇവരൊക്കെ ധരിച്ചിരുന്ന ഒരു സാരി ഉണ്ട്. വെള്ള, ചോപ്പ്, മഞ്ഞ എന്നീ കളറില് അതില് മറ്റൊരു ഡോട്ട് ഉള്ള ഒരു ടൈപ്പ് ഓഫ് സാരി. ആ സാരി വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു. അടുത്ത മൂവി വെളിപാടിന്റെ പുസ്തകം. ഈ മൂവി എന്തൊരു ദുരന്ത മൂവി ആയിരുന്നു എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എനിക്ക് പേഴ്സണലി ഒരു ദുരന്ത മൂവി ആയിട്ടാണ് ഇത് എക്സ്പീരിയൻസ് തന്നിട്ടുള്ളത്. 2017 ലാൽ ജോസ് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മൂവിയാണ് വെളിപാടിന്റെ പുസ്തകം. ഇതിലെ ഒരേ ഒരു സാധനം മാത്രമേ അന്ന് ട്രെൻഡിങ് ആയിട്ടുള്ളൂ. അത് വേറൊന്നുമല്ല, ജിമിക്കി കമ്മൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സോങ് ആണ്. അന്ന് സോഷ്യൽ മീഡിയ എത്രത്തോളം വളർന്നിട്ടൊന്നുമില്ല. എന്നിട്ടും ഈ സോങ് വേൾഡ് വൈഡായി ഉണ്ടാക്കിയ ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. നിരവധി ആളുകൾ ഇതിനെ ബേസ് ചെയ്ത് കുറെ അധികം വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയും റീൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഷാൻ റഹ്മാൻ ആയിരുന്നു ഇതിന്റെ മ്യൂസിക് വന്നിരുന്നത്. ഈ സോങ്ങിൽ പ്രതിപാദിക്കുന്ന ജിമിക്കി കമ്മൽ എന്ന് പറഞ്ഞ വസ്തു തന്നെയാണ് പിന്നീട് ട്രെൻഡായിട്ട് മാറിയത്. ഗേൾസിന്റെ സാരികളിലൊക്കെ ജിമിക്കി കമ്മൽ പ്രിന്റ് ചെയ്ത് വന്ന് ജിമിക്കി കമ്മൽ സാരി, ജിമിക്കി കമ്മൽ ചുരിദാർ എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ കാലത്ത് ധാരാളമായിട്ട് വിറ്റഴിച്ചു പോയിരുന്നു. ധാരാളം ആളുകൾ അത് വാങ്ങുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു ട്രെൻഡായി മാറിയ സാധനമാണ്. അല്ലാതെ ആ സിനിമയിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. അടുത്ത മൂവി വാരണമായിരം. സൂര്യയുടെ ഒരു ഫേവറേറ്റ് 5 സിനിമകൾ പറയാൻ പറഞ്ഞ അതിൽ 5-ൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വരുന്ന ഒരു മൂവിയാണ് വാരണമായിരം എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഇമ്പാക്ട് ഉണ്ടാക്കിയെടുത്ത, നമുക്കൊക്കെ ഇന്നും വളരെയധികം ഇഷ്ടമുള്ള ഒരുപാട് ഗാനങ്ങൾ ഇന്നും നമുക്കത് റിപ്പീറ്റ് അടിച്ച് കേട്ടോണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് വാരണമായിരം എന്ന് പറയുന്നത്. 2008 ഇത് റിലീസായത്. ആ സിനിമയിൽ സൂര്യയോടൊപ്പം ശ്രദ്ധിക്കപ്പെട്ട വേറൊരു സാധനം കൂടിയുണ്ട്. അത് വേറൊന്നല്ല, ഗിറ്റാറാണ്. പിന്നീട് കേരളത്തിൽ ഗിറ്റാർ പഠിക്കാൻ പോകുന്നവരുടെ എണ്ണം വളരെയധികം കൂടുതലായി. അതുപോലെ ഗിറ്റാർ പഠിപ്പിക്കുന്ന സെന്ററുകളും വളരെയധികം കൂടുതലായി. സൂര്യ പോകുന്നത് പോലെ തോളത്തൊരു ഗിറ്റാർ വിട്ട് റോഡിലൂടെ പോകുന്ന ധാരാളം ചെറുപ്പക്കാരെ അന്നത്തെ കാലത്തൊക്കെ കാണാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ഗിറ്റാർ പഠിച്ച ആൾക്കാരൊക്കെ കോളേജ് ഡേയിലായാലും അത്തരം സെറ്റപ്പുകളിലൊക്കെ ആരെക്കാട്ടിലും ഷോ ഓഫ് കാണിക്കാൻ ഈ ഗിറ്റാർ പഠിച്ചവർക്ക് കൂടുതലായി സാധിച്ചിരുന്നു. അത് വേറൊരു കാര്യമാണ്. അടുത്തതായി നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. 2013 പുറത്തിറങ്ങിയ മൂവിയാണ് ഈ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. ഇന്ന് നമുക്ക് അറിയാം, ധാരാളം ആളുകൾ ബൈക്ക് എടുത്തുകൊണ്ട് ട്രിപ്പിന് പോകുന്നത് വളരെയധികം കോമൺ ആയി കണ്ടുവരുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്നതിലൂടെയാണ്. അന്നത്തെ കാലത്ത് ആ ബുള്ളറ്റ് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് വേറെ ആർക്കും ഈ പറഞ്ഞ പ്രേമത്തിലെ മുണ്ടിനും ഷർട്ടിനും പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയധികം ബുള്ളറ്റുകൾ സെക്കൻഡ് ഹാൻഡ് ആയിക്കോട്ടെ പുതിയതായിക്കോട്ടെ ആ സമയത്ത് വിറ്റുപോയിട്ടുണ്ട് കേരളത്തില്. ധാരാളം ആളുകൾ ആ ബുള്ളറ്റ് എടുത്തുകൊണ്ട് ധാരാളം സ്ഥലങ്ങളിൽ ട്രിപ്പ് എടുക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ തുടക്കം വെച്ചത് ഈ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമിയാണ്. ആ ഒരു വൈബ് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു തന്നൊരു മൂവി കൂടിയാണ് ഈ സിനിമ. അടുത്ത മൂവി രണം. തിയേറ്ററുകളിൽ ഒരു പരാജയമായി പോയൊരു സിനിമയാണ് രണമെങ്കിലും പേഴ്സണലി എനിക്ക് അതിലെ സോങ്ങുകളായാലും സിനിമ തന്നെയായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് രണം. 2018 ഒരു ഓണക്കാലത്ത് റിലീസായ മൂവിയാണിത്. രണം പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അതിന്റെ ട്രെയിലർ വന്ന സമയത്തായിരുന്നു. ട്രെയിലറിൽ ഒരു മാസ് പടം എന്ന രീതിയിലായിരുന്നു അതിനെ അവതരിപ്പിച്ചിരുന്നത്. പൃഥ്വിരാജ് ഒരു വൈറ്റ് ടീഷർട്ടും അതിന് മുകളിൽ ഒരു ജീൻസ് ജാക്കറ്റുമാണ് ധരിച്ചിരുന്നത്. ആ ഒരു സാധനം വളരെയധികം കത്തിക്കേറിയതായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓണക്കാലം ആയതുകൊണ്ട് തന്നെ പല ഓണാഘോഷങ്ങളിലും ഈ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലായിരുന്നു കൂടുതൽ ബോയ്സും പിന്തുടർന്നിരുന്നത്. അതും ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു മൂവിയാണ്. മൂവി എന്ന് പറയാൻ പറ്റില്ല, മൂവി ട്രെയിലർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഹോളിവുഡ് കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു രണത്തിന്റെ അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കേരളത്തിൽ ട്രെൻഡായി മാറിയ മലയാള സിനിമയിലൂടെ വന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ധാരാളം സിനിമകളിൽ ധാരാളം സാധനങ്ങൾ ഇതുപോലെ ട്രെൻഡായി മാറിയതുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയുമെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഇത്തരം ട്രെൻഡ് സെറ്ററുകൾ നിങ്ങളെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള മലയാളം സിനിമയിലെ ധാരാളം സിനിമ ഫാക്ടുകളെ കുറിച്ച് നമ്മൾ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാൻ താല്പര്യമുള്ളവർ ചാനലിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ പുതുതായി ഇറങ്ങുന്ന സിനിമകളുടെ മൂവി ഒപ്പീനിയൻസ് ഞാൻ രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ മൂവി ഒപ്പീനിയൻസ് കേൾക്കാൻ താല്പര്യമുള്ളവരും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.